ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ കുറേ കാലമല്ലേ കണ്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഓണത്തിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പല കാരണങ്ങളാൽ ഇങ്ങനെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. ഇപ്പോൾ തുളിപ്സിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡനുണ്ട് നോർഫോക്കിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു അത്യാവശ്യം ദൂരമുണ്ട്, മോർ ദാൻ 3 hours പ്ലസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ തന്നെയല്ല, നമ്മുടെ ഫ്രണ്ട്സ് ജോബിന് അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ഡ്രൈവാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7:10 രാവിലെ സമയമാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് ജേർണി ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇടയ്ക്ക് ഇവിടെ ഇപ്പം നല്ല സമ്മറായിട്ട് വരുന്നു. നല്ല വെയിലൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും സമ്മറായിട്ട് ഇങ്ങനെ വരുന്നു. നമ്മുടെ നോർമലാണ് ഡ്രൈവ് ചെയ്യുന്നു. വെട്ടമായാലും കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ നമ്മൾ ഉടനെ തന്നെ ജോബിൻ്റെ അമ്മയുടെ വീട്ടിലെത്തും. അങ്ങനെ നമ്മൾ ജോബിൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. ഇനിയിപ്പം ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങാം. നല്ലൊരു ലോങ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 hour ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് നല്ല ഫോഗൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഡ്രൈവ്. ഇപ്പോൾ റാപ്സീഡ് പൂത്ത് നിൽക്കുന്ന സമയം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞപ്പാടം പോലെ റാപ്സീഡ് പൂത്ത് നിൽക്കുന്നത് കാണാമായിരുന്നു. ഓൾമോസ്റ്റ് 2 hour ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബ്രേക്കൊക്കെ എടുക്കാൻ കരുതി. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇലക്ട്രിക് വണ്ടിയല്ലേ, അപ്പോൾ ചാർജൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. അപ്പം നമ്മളിവിടെ ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ്. വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഡി ആവുക, ജാക്കറ്റൊക്കെ ഇടും. വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഒരു വൈബ്. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ എന്താ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. നമ്മളെല്ലാം ചിരിക്കുന്നത് ആയിക്കോട്ടെ. നമ്മള് നല്ല വിശക്കുന്നുണ്ടോ? അതെ അതെ അതെ, തന്നാ തിന്നൊക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുക. കുറച്ച് സമയം എടുക്കും ആവാൻ വേണ്ടി. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു ബീച്ചിൽ വന്നേക്കാണ് കേട്ടോ. നല്ല സണ്ണിയാണ്, പക്ഷെ രണ്ടുപേരും ഇവിടെ ഇരുന്ന് വിറയ്ക്കുന്നുണ്ട്. ബീച്ചല്ലേ? നമ്മൾക്കാണ് ഇവിടെ പോവണ്ടെന്ന് പറഞ്ഞിട്ട്. അടിപൊളി ബീച്ചാണ്, പക്ഷെ കേട്ടോ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേയിലെത്തി. ഞാൻ അതിനുശേഷത്തിലേക്ക് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. നമ്മുടെ 303, 304 അടുത്തടുത്താണ് കേട്ടോ റൂം. ഇതൊരു ഫാം ഹൗസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല വെയിലല്ലേ? നല്ല വെയിലുണ്ട്. ഇങ്ങനെ കുറേ റൂമുണ്ട്. ഇവിടെ ഒരു സൈഡിലൊരു റൂം, പിന്നെ ആ സൈഡിൽ കുറേ റൂമുകൾ. അവിടെ റെസ്റ്റോറൻറ്റ്, ബാറൊക്കെ ഉണ്ട്. നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ്. നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാം. ഇതാണ് റൂം. ഒരു ഡംകോട്ട് കട്ടിലുണ്ട്, പിന്നെ അകത്ത് ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ തുളിപ്പ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. എല്ലാവരും ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു അരമണിക്കൂറുണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന തുളിപ്പിലേക്ക്. അപ്പോൾ ഇനി തുളിപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. റെഡി അല്ലേ? 4 മണിക്കൂർ ട്രാവലിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തുളിപ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാർ പാർക്കിലേക്ക് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അങ്ങ് ദൂരേന്ന് കാണാം, കളർഫുൾ കേട്ടോ. എല്ലാരും കോസ്റ്റ്യൂമിലൊക്കെയാണല്ലോ. അതെ അതെ അതെ, ഫുൾ ഫോട്ടോഷൂട്ടൊക്കെയാ. ഇവിടുന്ന് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ കാണിച്ച് അകത്ത് കയറിയല്ലേ? അകത്ത് കയറി നല്ല രസമുണ്ട്. നമ്മൾ ഭയങ്കര വലുതല്ലേ, ഒരുപാട് ഏരിയ ഉണ്ട്.
അവിടെയല്ലേ? ഈ സൈഡ് ഫുള്ള് നല്ല വയലറ്റ് പൂവാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് പോകണം. ഈ സൈഡ് ഫുള്ള് വയലറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് കാണാം ഇത്രയും ഭാഗം മൊത്തം വയലറ്റ്, പിന്നെ യെല്ലോ അങ്ങനെ അങ്ങനെ കിടക്കുക. മറ്റേത് ലാവൻഡർ കളർ. നമുക്ക് അങ്ങോട്ട് പോകാം. നടന്നോ. ഈ സൈഡിൽ ഫുള്ള് റെഡാണ് കേട്ടോ. റെഡ് കണ്ടുവരുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരാളെ കണ്ടു. ഉണ്ടോ? വിളിച്ചിരിക്കുക കേട്ടോ. ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെയാണെങ്കിൽ റെഡ് ഇങ്ങനെ രണ്ട് സൈഡ് കാണാം. അടിപൊളി കളറാട്ടോ, രക്ഷയില്ല, അടിപൊളി. തൊട്ടടുത്ത് യെല്ലോ ലാവൻഡർ, പിന്നെ യെല്ലോൻ്റെ ഒരു പാറ്റേണിൽ ഇവർ നട്ടേക്കണേ. നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, കണ്ടിട്ടും മതിയാവില്ല എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ ഇല്ലേ, അതാണ് ശരിക്കും ഇത്. അടിപൊളിയാണ് കാണാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം അതിന് ഭംഗി വരുമെന്ന് അറിയത്തില്ല. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ അടിപൊളിയാണ്, രക്ഷയില്ല. ഇവിടെ രണ്ട് സൈഡിലും പർപ്പിളാണ്, നല്ല ഹൈറ്റിൽ, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും സൂപ്പറാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്തിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർഫോക്ക് എന്നൊരു സ്ഥലത്താണ് ഇംഗ്ലണ്ടിലെ. അപ്പോൾ ഇതിൻ്റെ ഒരാൾക്കുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ £10.50 ആണ്. പക്ഷേ ഇത് വെർത്തിട്ടാണ് കേട്ടോ. സോ അടിപൊളിയാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരാതെ, എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, പക്ഷേ ഇനി ആരും വരാനുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം. എനിക്കൊരു കുറച്ച് ദിവസം കൂടെ ലെഫ്റ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പം 7 മണി ആവാനായി, സൺസെറ്റിൻ്റെ ടൈം ഏകദേശം ആയി വരുന്നു. ഇവിടെ ഫുള്ള് റെഡാണ് കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് കൂടെ കാണാനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. എന്നാലും ലേറ്റ് ആയാലും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? അതെ, നല്ല ലെങ്തിൽ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഒരു സൈഡിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കളർ എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങ് ദൂരേക്ക് കണ്ടോ, റെഡ്, അത് കഴിഞ്ഞ് ഓറഞ്ച്. ആ ഓടിക്കോ. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് പ്രഹസനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചിരിക്ക്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടുലിപ്പ് ഫീൽഡ്? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ശരിക്കും എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? പക്ഷേ ഒൺലി തിങ് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന്. പക്ഷെ നമുക്ക് ഇവിടെ വരണമെന്ന് കഴിഞ്ഞ വർഷം തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് നല്ല ലെങ്തിലുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വലിപ്പമൊക്കെ ശരിക്കും മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ഭയങ്കര വലുതാണിത്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസമേ ഉള്ളൂ, 10 ദിവസം എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഈ വർഷം വരാൻ പറ്റാത്തവർ നെക്സ്റ്റ് ഇയർ എന്തായാലും വരണം. അപ്പോൾ ഞങ്ങൾ കുറേ കാലം കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. യെസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.